അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അതിരപ്പിള്ളിയിൽ നാളെ ഹർത്താൽ. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്കു നേരെ ഗുണ്ടാക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. 4 ബൈക്കുകളിലെത്തിയ 7 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. പുറകുവശത്തുള്ള വാതിലിന് മുകളിലെ ജനൽ കമ്പി വളച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ദേശീയപാതയിൽ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗതക്കുരുക്ക്. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ തറക്കൽ പൂരം മുടങ്ങിയ സംഭവം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നെട്ടിശ്ശേരി ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. അതിരപ്പിള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവർക്ക് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കാട്ടാനക്കൂട്ടം ആക്രമിക്കാൻ വന്നപ്പോൾ ഇവർ ചിതറിയോടുകയായിരുന്നുവെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായി വനത്തിനകത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി തങ്ങിയവർക്കാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് കാട്ടാന ആക്രമണം നടന്നിരിക്കുന്നത് എന്നും ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇവർ ചിന്നിച്ചിതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായതെന്നും വാഴക്കാട് DFO ലക്ഷ്മി പറഞ്ഞു. ആന ചവിട്ടിയാണോ ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ അതിൽ വ്യക്തത വരൂവെന്നും DFO വ്യക്തമാക്കി. നിലവിൽ പോലീസെത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 48 മണിക്കൂറിനിടെ 3 മരണങ്ങളാണ് കാട്ടാന ആക്രമണത്തിൽ അതിരപ്പിള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടിച്ചിൽ തൊട്ടിൽ സ്വദേശി സെബാസ്റ്റ്യൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്നും ജയൻ തത്സമയം ചേരുന്നു. ജയൻ, അതിരപ്പിള്ളി കാട്ടാന ആക്രമണത്തിന്റെ ഇരകളാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇന്നലെ സെബാസ്റ്റ്യന്റെ മരണം ആനച്ചവിട്ടിയാണെന്ന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന മരണങ്ങൾ എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നോ? എന്താണ് വിവരങ്ങൾ? സിജി, അതിരപ്പിള്ളി ആദിവാസി മേഖലയിലെ 24 മണിക്കൂറിനുള്ളിലുള്ള രണ്ടാമത്തെ കാട്ടാനയുടെ ആക്രമണം, 2 മരണം, ഇതെല്ലാം വലിയ സംഭവ വികാസങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ബെന്നി ബെഹന്നാൻ MP നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്ഥലം സന്ദർശനം, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷിന്റെ നേതൃത്വത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിക്കുകയിൽ എല്ലാം ഒത്തുചേർന്നപ്പോൾ ഈ സംഭവത്തിന് വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അതിരപ്പള്ളി ഉന്നതിയിലെ അതിരപ്പള്ളിയിൽ ആനാക്രമണത്തിൽ മരിച്ച 2 പേരുടെ മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ മൃതദേഹത്തോടൊപ്പം ആശുപത്രിയിലെത്തിയ ബെന്നി ബെഹന്നാൻ MP തുടക്കം മുതൽ വൻ പ്രതിഷേധത്തിലായിരുന്നു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം, തുടർച്ചയായി ഉണ്ടാകുന്ന ആനകളുടെ ആക്രമണത്തിൽ തടയിടുന്നതിന്റെ ഒരു പ്രഖ്യാപനം നടത്തണം, ഇനി ഇത് ആവർത്തിക്കില്ലെന്നൊരു ഉറപ്പ് വരുത്തണം, അതോടൊപ്പം ജില്ലാ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ഉള്ള ശ്രമം തടയുമെന്ന പ്രഖ്യാപനം, ഇതെല്ലാം കൂടി വലിയ സംഭവവികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ഇത് വിവരമറിഞ്ഞ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസും സ്ഥലത്തെത്തി പ്രതിഷേധത്തിന് വൻ പിരിമുറുക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ ആണ് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം, താൽക്കാലിക യോഗം ചേർന്ന് നാളെ അതിരപ്പള്ളിയിൽ 12 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വനം വകുപ്പ് അധികൃതർ തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ചായിരുന്നു സർവകക്ഷി യോഗത്തിന്റെ ഹർത്താൽ പ്രഖ്യാപനം. തുടർന്നായിരുന്നു VD സതീശന്റെ സ്ഥലം സന്ദർശനം. സംസ്ഥാന സർക്കാർ ഒരു മാസത്തിനുള്ളിൽ നിരവധി പേർ ആനകളുടെ ആക്രമണത്തിൽ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് തുടരാൻ പ്രതിപക്ഷവും UDF-ഉം അനുവദിക്കില്ലെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ഒരു മൃതദേഹം, അംബികയുടെ മൃതദേഹം
തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ തടഞ്ഞത് വലിയ സംഘർഷത്തിനും ഇടയാക്കി. പക്ഷേ ഇതിനിടയിൽ ഇവരുടെ ബന്ധു വാഴച്ചാൽ ആദിവാസി ഉന്നതിയിലെ ഇവരുടെ ബന്ധുക്കൾ, സ്ത്രീകളായ ബന്ധുക്കൾ രംഗത്തെത്തുകയും ഇത് പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കണമെന്നും ഇതിൽ മറ്റു ആരും ഇടപെടണമെന്നും അവർ ശക്തമായി പറഞ്ഞതോടെ പ്രശ്നങ്ങൾ മറ്റൊരു വഴിയിലേക്ക് തിരിയുകയായിരുന്നു. പക്ഷേ പോലീസും മറ്റ് റവന്യൂ അധികൃതരോ ഫോറസ്റ്റുകാരോ ഒന്നും ഇതിൽ ഇടപെട്ടിരുന്നില്ല. അവസാനം പ്രതിഷേധക്കാർ തന്നെ, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പിൻവാങ്ങിയതോടെ ഒരു മൃതദേഹം, അംബികയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കാരണം ഇവരുടെ മൃതദേഹം പുഴയിലായിരുന്നു കിടന്നത്. ആനയെ കണ്ട് ഭയന്നോടി പാറയിൽ തട്ടിത്തടഞ്ഞ് വീണതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇവരുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഇൻക്വസ്റ്റിന് ശേഷം ആശുപത്രി സർജൻ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു. മരിച്ച സതീഷിന്റെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം വാഴച്ചാൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. CG ജയൻ, ഈ വന്യജീവികൾക്കുള്ള നിയമം പോലെ തന്നെ വനാവകാശ നിയമത്തിലാണ് ഈ ആദിവാസികളുടെ, ഈ വനത്തിനടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഈ മനുഷ്യരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ അവകാശങ്ങൾ ഈ മനുഷ്യർക്കുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം നിലനിൽക്കെ ഇനിയും ആളുകൾ വനത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയ ഈ കാട്ടാനക്കൂട്ടങ്ങൾ അവിടെ തന്നെ തമ്പടിക്കുന്നതായിട്ടോ എന്താണ് ഫോറസ്റ്റ് നൽകുന്ന വിവരം? ഇത് വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ വനവിഭവങ്ങളുടെ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന സമയം കൂടിയാണിത്. ഈ കാരണത്താൽ എല്ലാ ആദിവാസികളും വാഴച്ചാൽ ഉന്നതിയിലെ മാത്രമല്ല അതിരപ്പള്ളി പഞ്ചായത്തിലെ 14 ഉന്നതികളിലുമുള്ള ആദിവാസികൾ ഇപ്പോൾ ഏകദേശം പകുതിയോളം പേർ ഇപ്പോൾ വനത്തിനകത്താണ്. തേനും തെള്ളിയും മറ്റും ശേഖരിക്കുന്ന കാലഘട്ടമാണിത്. സ്വാഭാവികമായും ഇവർ ഇത് ശേഖരിക്കുന്നതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക്, ജോലികൾക്കായി ഇപ്പോൾ കാട്ടിൽ കുടിൽ കെട്ടി അതിനകത്താണ് താമസിക്കുകയും അതുപോലെ ഇവ ശേഖരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്ര അടിക്കടി ഇങ്ങനെ ഉള്ളൊരു കാട്ടാന ആക്രമണം ഇത് ആദ്യമായാണെന്നാണ് ആദിവാസികൾ തന്നെ പറയുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണത്തിൽ അവരും വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എല്ലാം അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൃത്യമായ ഒരു നടപടിയെ കുറിച്ച് ഇനിയും അവർ വ്യക്തമാക്കുന്നില്ല. ആനയും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ നടത്തുമെന്ന് നേരത്തെ വനവകുപ്പ് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതൊന്നും നടപ്പായിട്ടില്ല. ഈ സംഭവത്തോടെ ഇതിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നും ഇതുപോലെ കാട്ടാനകൾ നാട്ടിലേക്ക് അതുപോലെ ആദിവാസി മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് തടയുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ വനംവകുപ്പ് തയ്യാറായിട്ട് ഉണ്ടെന്നുമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. CG വിവരങ്ങൾ നൽകിയതിന് ജയൻ. അതിരപ്പള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സമയം വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആദിവാസികളുടെ എണ്ണം വനത്തിനുള്ളിൽ കൂടുതലാണ്. പലയിടങ്ങളിലും അവർ കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട് എന്നറിയുന്നു. വളരെ കാലങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നടുക്കുന്ന വാർത്തകളാണ് മലയോര മേഖലയിൽ നിന്ന് ദിവസവും പുറത്തുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചാലക്കുടി താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. വനാതിർത്തിയിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് സർക്കാർ നിസ്സംഗതരായി നിൽക്കുകയാണ്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണം ഉറപ്പാക്കി ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നതെന്ന സ്ഥിരം പല്ലവി ദയവായി വനമന്ത്രി പറയരുത്. കർഷകരെയും ആദിവാസികളെയും കാട്ടാനകൾ കൊന്നൊടുക്കുമ്പോൾ വനം വകുപ്പും സർക്കാരും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. അതിരപ്പള്ളിയിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജനകീയ ഹർത്താലാണ്. സർവകക്ഷി യോഗമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.
മറ്റു വാർത്തകളിലേക്ക്. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ടാക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. തലയ്ക്കും ചെവിക്കും കൈക്കും പരിക്കേറ്റ ചുമട്ടുതൊഴിലാളി രാധാകൃഷ്ണനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 ബൈക്കുകളിലെത്തിയ 7 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കുറച്ചു നാളുകൾക്ക് മുൻപ് തൃപ്രയാർ പോളി ജംഗ്ഷന് തെക്കുവശത്ത് വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉൾപ്പെട്ട ചുമട്ടുതൊഴിലാളിയെ അന്വേഷിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. അയ്യന്തോൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞുപോയ ജീവനക്കാർ ഇന്ന് രാവിലെ പോസ്റ്റ് ഓഫീസ് തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പുറകുവശത്തുള്ള വാതിലിന് മുകളിലെ ജനൽ കമ്പി വളച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് പുറകുവശത്തെ വാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. അയ്യന്തോൾ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പ്രധാന പാതയിലൂടെ വരുന്ന ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടാൻ തുടങ്ങിയത്. ഈ സമയങ്ങളിൽ പേരാമ്പ്ര മുതൽ കൊടകര പെരിങ്ങാംകുളം വരെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നുണ്ട്. പേരാമ്പ്ര അപ്പോളോ പടി മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്ത് പ്രധാന പാതകളിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. സർവീസ് റോഡിൽ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കാനായി നിർത്തുകയോ ഏതെങ്കിലും വാഹനങ്ങൾ ബ്രേക്ക് ഡൌൺ ആകുകയോ ചെയ്യുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. അവധിക്കാലമായതോടെ ദേശീയപാതയിൽ വാഹനങ്ങൾ കൂടിയതും ഇതിന് കാരണമാകുന്നുണ്ട്. അടിപ്പാതയുടെ മുകൾ ഭാഗത്തെ ഒരു പകുതി കോൺക്രീറ്റിംഗ് 2 മാസം മുൻപേ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ. അടിപ്പാതയ്ക്ക് ഇരുഭാഗത്തുമുള്ള പ്രധാന പാതകളെ സർവീസ് റോഡിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനായി ആഴമുള്ള ചാലുകൾ കീറുന്ന പണികളും നടന്നുവരുന്നുണ്ട്. ഈ ചാലുകളുടെ അടിത്തട്ടിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച ശേഷം അവയുടെ മുകളിൽ കോൺക്രീറ്റ് പാനലുകൾ അടുക്കി മണ്ണിട്ട് നിറച്ചാണ് പ്രധാന പാതകൾ സജ്ജമാക്കുക. ഇതിന്റെ പണികളും അതിവേഗം പുരോഗമിക്കുന്നു. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ അവസാന വാരത്തിലാണ് പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. TCV ന്യൂസ്, കൊടകര. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ തറക്കൽ പൂരം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നെട്ടിശ്ശേരി ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി രംഗത്ത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമെന്ന് വിശദീകരിച്ച ഉത്സവാഘോഷ കമ്മിറ്റി തറയ്ക്കൽ പൂരം മുടങ്ങിയതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന പങ്കാളിയും 8 പ്രതിഷ്ഠകൾ ഉള്ളതുമായ നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം കൊച്ചിൻ ദേവസ്വം ബോർഡ് ആനകളെ കൃത്യമായി എത്തിച്ചു നൽകാത്തതുമൂലം മുടങ്ങുകയായിരുന്നു. പകൽപൂരം എഴുന്നള്ളിപ്പ് മുടങ്ങിയതിനെ തുടർന്ന് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അനിയന്ത്രിതമായ പ്രതിഷേധമുണ്ടായതിനാൽ രാത്രിയിലെ പൂരം എഴുന്നള്ളിപ്പും നടത്താനായില്ല. പൂരത്തിന്റെ 2 എഴുന്നള്ളിപ്പുകളും ചടങ്ങു മാത്രമായി നടത്തേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. പൂരം മുടങ്ങി പ്രശ്നങ്ങളുണ്ടായിട്ടും ഭാരവാഹികളോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരോ ക്ഷേത്രത്തിലേക്ക് വരികയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുകയോ ഉണ്ടായില്ലെന്ന് ക്ഷേത്രോത്സവ ആഘോഷ കമ്മിറ്റി ആരോപിച്ചു. രാത്രി 10:30-ക്ക് ശേഷമാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തറയ്ക്കൽ പൂരം മുടങ്ങിയതിലൂടെ വളരെ ആഴത്തിലുള്ള മുറിവാണ് ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഏറെ ലാഘവത്തോടെ നിസ്സാരവൽക്കരിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമുള്ള വസ്തുതാവിരുദ്ധമായ വിശദീകരണമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പൂരം മുടങ്ങിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ കൗണ്ടർ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധം തുടരുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത പക്ഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തുമെന്നും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് യു മോഹൻദാസ്, സെക്രട്ടറി ഇ സരീഷ്, മറ്റു ഭാരവാഹികളായ ടി രാമചന്ദ്രൻ, KK ഉണ്ണികൃഷ്ണൻ, CS രഘുനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടി ഉറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനമാരംഭിച്ചു. കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻ വർഷങ്ങളിലെന്ന പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. മേയർ MK വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, ഡയറക്ടർമാരായ VI സിജോ, PP ഓം പ്രകാശ്,
പി ഗോപകുമാർ, CO ബിജു, ജിജോ ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് എന്നിവർ പങ്കെടുത്തു. കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള വിഷൻ സംസ്ഥാനത്തെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറാണ്. സൗജന്യ OTT പ്ലാറ്റ്ഫോമായ കീയ്ക്ക് പുറമെ KV കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ. കേരളത്തിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് 5ാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനവും എത്തിയിരിക്കുകയാണ്. കേരളത്തിനകത്ത് 1ാം സ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TVയും ഇന്റർനെറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ പുതിയ പദ്ധതിയായ KV കണക്ട് ഏകദേശം 12 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരുള്ള സ്ഥാപനമാണ് കേരള വിഷൻ. ഓരോ ഉപഭോക്താവിനും കേരളത്തിലുള്ള ഞങ്ങളുടെ 6000-7000 വരുന്ന ഓപ്പറേറ്റർമാരുടെ ഹോട്ട്സ്പോട്ടിലൂടെ ഇനി വരുന്ന നാളുകളിൽ അവർക്ക് സീംലെസ് ആയിട്ട് ഒരു OTP വഴി അവർക്ക് ബ്രൗസിംഗ് സ്വായത്തമാക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് KV കണക്ട് വിഭാവനം ചെയ്യുന്നത്. KV5 എന്ന് പറയുന്ന ഒരു ഫ്രീ പദ്ധതിയാണ് 2023 മുതൽ കേരള വിഷൻ അനുവർത്തിച്ചു വരുന്നത്. അതിലൂടെ റീചാർജ് പേയ്മെന്റ് മാത്രം അടച്ചുകൊണ്ട് ഉപഭോക്താവിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്രീ ഇൻസ്റ്റലേഷൻ മെത്തേഡാണ്. അതുപോലെ തന്നെയാണ് KV കണക്റ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ എക്യുപ്മെന്റ് എത്തുന്നതോടുകൂടി ഈ പറയുന്ന പൂരത്തിന് പോലും നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബർക്ക് അവർക്ക് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ ഇന്റർനെറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. മികച്ച ഇന്റർനെറ്റ് കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ K-ഫോൺ പദ്ധതി നടപ്പാക്കുന്നത്. TCV തൃശൂർ. കേരളത്തിലെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും കർഷകന്റെ കണ്ണീർ കാണാത്ത വകുപ്പായി കൃഷിവകുപ്പ് മാറിയിരിക്കുന്നുവെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കുക, നെല്ല് സംഭരണ വില വർദ്ധിപ്പിക്കുക, നെൽകർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ നടത്തിയ ധർണ പതിരുപാറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 വർഷമായി നെൽകർഷകർക്ക് താങ്ങുവില കൂട്ടിക്കൊടുത്തിട്ടില്ല. ഇന്ന് നെൽകർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. 100 കിലോ നെല്ല് സംഭരിക്കുമ്പോൾ 22 കിലോ പതിര് വരുന്നുവെന്നാണ് പറയുന്നത്. സംഭരണം നടത്തുന്ന നെല്ലിന് യഥാസമയം കർഷകർക്ക് പണം കൊടുക്കാൻ സർക്കാരും സപ്ലൈകോയും തയ്യാറാകുന്നില്ല. അയ്യന്തോൾ കൃഷിഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാതായിട്ട് 3 മാസം കഴിഞ്ഞു. കളക്ടർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ബൈജു വർഗീസ്, സിജോ കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയൂക്കാരൻ 70 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലൂടെ സൈക്കിൾ തള്ളി നടന്നു പോവുകയായിരുന്ന ജോണിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഗുരുതരാവസ്ഥയിലായ ജോണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഓടിച്ചിരുന്ന യുവാവിനെ പിന്നീട് പോലീസ് പിടികൂടി. ലോട്ടറി വിൽപ്പനക്കാരനാണ് മരിച്ച ജോണി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുതുവട്ടൂർ കൂവപ്പാട്ട് വീട്ടിൽ സുബിനാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിനു സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തയ്യൂരിൽ ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. തയ്യൂർ നമ്പിയത്ത് വീട്ടിൽ രാകേഷിനാണ് പരിക്കേറ്റത്. രാകേഷിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കൂറ്റനാട് അഖിലാണം സ്വദേശി മഹേഷിനാണ് പരിക്ക്. ചാലിശ്ശേരി കുന്നത്തേരിയിലാണ് അപകടം. മഹേഷ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പുഴയ്ക്കലിൽ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ നിന്ന് കാർ ഷോറൂമിലേക്ക് തിരിയുമ്പോൾ പിന്നിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് പത്രപ്രവർത്തക യൂണിയൻ. വിഷുദിനത്തിൽ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെ ദേവസ്വം ജീവനക്കാർ തടഞ്ഞിരുന്നു.
ക്ഷേത്ര പരിസരത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചില്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്നായിരുന്നു ദേവസ്വത്തിന്റെ വിശദീകരണം. ഇതേ തുടർന്നാണ് പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിഷയം സംബന്ധിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി അയച്ചതായി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ, പ്രസിഡന്റ് KP റജി എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 280 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 69,760 രൂപ. ഗ്രാമിന് 35 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 8,720 രൂപയാണ്. ചരിത്രത്തിൽ ആദ്യമായി 70,000 കടന്ന സ്വർണ്ണവില തുടർച്ചയായ 2ാം ദിവസമാണ് കുറയുന്നത്. ശനിയാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 70,000 കടന്നത്. 70,160 രൂപയായി ഉയർന്നാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. ഇതോടെ സ്വർണ്ണവില സർവകാല റെക്കോർഡിലും എത്തിയിരുന്നു. പാചകവാതക വില വർധനവിനെതിരെ NCPS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ KM സൈനുദ്ദീൻ, AL ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് റബി സലീം, PR പുഷ്കരൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ എറിയാട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പുത്തൂർ വീട്ടിൽ ശരത്തിനാണ് പരിക്കേറ്റത്. ആക്രമണം തടയാനുള്ള ശ്രമത്തിനിടയിൽ ഇയാളുടെ കൈക്കാണ് പരിക്കേറ്റത്. എറിയാട് MIT സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാരതീയ കിസാൻ സംഘ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സ്വീകരണം നൽകി. സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം ജാഥ ക്യാപ്റ്റനായ വാഹനജാഥയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യതീഷ് ഗോപാലൻ, സംസ്ഥാന വനിതാ പ്രസിഡന്റ് MC വത്സലകുമാരി, സംസ്ഥാന സമിതി അംഗം S കല്യാണകൃഷ്ണൻ എന്നിവർ സഹയാത്രികരായി. യാത്രയ്ക്ക് തൃശൂർ ജില്ലാ പ്രസിഡന്റ് M വിദ്യാസാഗർ, ജില്ലാ സെക്രട്ടറി MU കൃഷ്ണൻകുട്ടി, മഞ്ജുഷ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. വിഷുവിനായി വിളവെടുത്ത പച്ചക്കറിക്ക് വിപണി വില ലഭിക്കാതെ യുവ കർഷകർ. ചൂലന്നൂർ സ്വദേശി രമേശിനാണ് വൻ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നത്. പാട്ടത്തിനെടുത്ത സ്ഥലം ഉൾപ്പെടെ 15 ഏക്കറിലധികം സ്ഥലത്താണ് രമേശ് കൃഷി ചെയ്തത്. വിഷുവിപണി ലക്ഷ്യമാക്കി ഉൽപ്പാദിപ്പിച്ച കണിവെള്ളരിക്ക് വിപണി ലഭിക്കാതെ പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രദേശത്തെ നിരവധി കർഷകർക്ക് സമാനമായ അവസ്ഥയാണ്. വിഷുവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത കിൻഡൽ കണക്കിന് കിലോ കണിവെള്ളരിയാണ് ആർക്കും വേണ്ടാതെ കൃഷി ചെയ്ത പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. മയിൽ, പന്നി, മുള്ളൻ പന്നി എന്നിവയുടെ ശല്യം മൂലം പകലും രാത്രിയും കാവലിരുന്നാണ് കർഷകർ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇത്രയും അധ്വാനത്തിനനുസരിച്ച് വരുമാനമില്ലാത്തതും വിപണി ലഭ്യമല്ലാത്തതും മൂലം പല കർഷകരും കൃഷി അവസാനിപ്പിക്കുകയാണ്. TCB ചേലക്കര. എരുമപ്പെട്ടിയിൽ റോഡിൽ കുഴഞ്ഞു വീണ് വയോധികൻ മരിച്ചു. തിപ്പല്ലൂർ ശിവാർച്ചനം വീട്ടിൽ 69 വയസ്സുള്ള നന്ദകുമാറാണ് മരിച്ചത്. തിപ്പല്ലൂരിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് നടന്നുവരുന്നതിനിടയിൽ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആക്ട്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം നേതൃത്വ യോഗം ശ്രീനാരായണപുരത്ത് നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബഹന്നാൻ MP, രാജേന്ദ്രൻ അരങ്ങത്ത്, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന CT തോമസിന്റെ അനുസ്മരണം മച്ചാട് നടന്നു. പഴുവിൽ ഫൊറോന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡംഗം K രാമചന്ദ്രൻ, ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ, AC മൊയ്തീൻ MLA, കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള, സുന്ദരൻ കുന്നത്തുള്ളി, അനിൽ അക്കര എന്നിവർ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. ജീവിതത്തിൽ ലഭിച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേലൂർ കുട്ടംകുളം സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് നവദേവാലയത്തിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പ് ആശീർവാദകർമ്മം നിർവഹിച്ചു. ആഘോഷമായ ദിവ്യബലിക്കു ശേഷം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പ്രതിഷ്ഠ നിർവഹിച്ചു. വികാരി ഫാദർ സോബിൻ പായിക്കാട്ട് അധ്യക്ഷനായി. ഫാദർ സേവി പുത്തിരി, കൈക്കാരന്മാരായ ലോറൻസ് കിടങ്ങൻ, വർഗീസ് ചീരമ്പൻ, ജോസഫ് കിടങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. പാലീക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ.
കോടനാട് സ്വദേശി കണ്ണിമോലാത്ത് വീട്ടിൽ സിദ്ധാർത്ഥ്, രായമംഗലം പുല്ലുവഴി സ്വദേശി പൂണേലിൽ ജൂഡ്, കോടനാടി സ്വദേശി കണ്ണിമോലാത്ത് വീട്ടിൽ ശ്രീഹരി എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെത്തിയ പ്രതികൾ യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 5 ട്രാക്കുകളിലെയും ബൂം ബാരിയറുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. ജാക്കി ലിവർ, വീൽ സ്പാനർ എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ടതോടെ പ്രതികൾ കാറിൽ കടന്നുകളഞ്ഞു. ടോൾ ജീവനക്കാരന്റെ പരാതിയിലാണ് അറസ്റ്റ്. SI-മാരായ N പ്രദീപ്, റോയ് പൌലോസ്, ASI ആന്റോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയത്. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലോക ഹീമോഫീലിയ ദിനാചരണം വ്യാഴാഴ്ച കുന്നംകുളത്ത് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുന്നംകുളം കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ദിനാചരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഈ വർഷത്തെ ട്രസ്റ്റിന്റെ ദേശീയ പുരസ്കാരം പ്രൊഫസർ ഗോകുൽദാസിന് ഗവർണർ സമ്മാനിക്കും. കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇ ബാലഗോപാലൻ, മറ്റു ഭാരവാഹികളായ MG രാജഗോപാലൻ, അഡ്വക്കേറ്റ് രമ രഘുനന്ദൻ, KS സനു, PN ഉണ്ണിരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ രോഗി സംഗമം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവിന്റെ സഹകരണത്തോടെ നടന്ന സംഗമം ഹൃദയ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. ദിവ്യബലിക്ക് ഫാദർ ജോസഫ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോർജ് വേടപ്പറമ്പിൽ, ഫാദർ ജെയ്സൺ ചെവലൂർ, ബ്രദർ ജോഫിൻ താക്കോൽക്കാരൻ, പാലിയേറ്റീവ് പ്രസിഡന്റ് ബെന്നി തൊണ്ടുങ്ങൽ, മാതൃസംഘം പ്രസിഡന്റ് സ്മിത കണ്ണമ്പുഴ എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂരം ആഘോഷിച്ചു. പുലർച്ചെ 11 കരകളിൽ നിന്നുള്ള ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പിന് മണലൂർ കിഴക്കേക്കരയുടെ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടമ്പേറ്റി. പഴുവിൽ രഘുമാരാരുടെ പ്രമാണികത്വത്തിൽ 101 കലാകാരന്മാർ ചെണ്ടമേളപ്പെരുക്കത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിടമ്പേറ്റുന്ന കരയ്ക്ക് നൽകി വരുന്ന പൂവശ്ശേരി കുമാരൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫി മണലൂർ കിഴക്ക് കരയ്ക്ക് നൽകി. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ആക്ടിംഗ് സെക്രട്ടറി സുഗതൻ തൊപ്പിയിൽ, സെക്രട്ടറി രതീഷ് കൂനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി മുർഷിദാബാദ് സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത്. ഉത്തരേന്ത്യയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘാംഗമാണ് പിടിയിലായത്. വാണിജ്യം. ഫിറ്റ്നസ് മേഖലയിൽ രാജ്യത്ത് പ്രമുഖ നാമധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന പീറ്റേഴ്സ് ജിമ്മിന്റെ അതിനൂതനമായ പുതിയ ബ്രാഞ്ച് തൃശൂർ പടവരാട് പ്രവർത്തനമാരംഭിച്ചു. പടവരാട് ജംഗ്ഷനിൽ ആരംഭിച്ച പീറ്റേഴ്സ് ജിം പീറ്റേഴ്സ് ബ്രദേഴ്സിന്റെ മാതാവ് മേരി പീറ്റർ ഉദ്ഘാടനം ചെയ്തു. പടവരാട് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി ആശീർവാദകർമ്മം നിർവഹിച്ചു. വനിതാ ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ വൈറൽ ജിം ഗേൾ ചിത്ര പുരുഷോത്തം വിശിഷ്ടാതിഥിയായി. മിസ്റ്റർ ഇന്ത്യയും മിസ്റ്റർ കേരളയുമായ ഒലീദ്, നാച്ചുറൽ ഫിസിക് വിന്നറായ അലി, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ഏഷ്യ ഓവറോൾ മാസ്റ്റേഴ്സുമായ പ്രശാന്ത് പ്രഭാകരൻ എന്നിവർ അതിഥികളായി. പീറ്റേഴ്സ് ജിം മാനേജിംഗ് ഡയറക്ടർ ബിജിൽ പീറ്റർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. കൗൺസിലിംഗോടുകൂടിയ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, മസിൽ ബിൽഡിംഗ്, ഫാറ്റ് ലോസ്, കോണ്ടസ്റ്റ് പ്രിപ്പറേഷൻ കൂടാതെ എയറോബിക്സ്, സൂംബ, HIIT, ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി, എൻഡുറൻസ് ആൻഡ് മൊബിലിറ്റി തുടങ്ങിയ സേവനങ്ങൾ പീറ്റേഴ്സ് ജിം വിഭാവനം ചെയ്യുന്നു.
പൂർണ്ണമായും ശീതീകരിച്ച ജിമ്മിൽ വനിതകൾക്ക് മാത്രമായി രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രത്യേക സമയക്രമവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ യൂണിസെക്സ് ടൈമിംഗ് ആയി രാവിലെ 5 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഫിറ്റ്നസ് മേഖലയിൽ 40 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള പീറ്റേഴ്സ് ജിമ്മിന് തൃശൂർ, കാലിക്കറ്റ്, മുംബൈ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പടവലാട് ബ്രാഞ്ചിൽ നിരവധി ഓഫറുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746154323 9892884323. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3237 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അതിരപ്പള്ളിയിൽ നാളെ ഹർത്താൽ. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ട ആക്രമണം, ഒരാൾക്ക് പരിക്കേറ്റു. 4 ബൈക്കുകളിലെത്തിയ 7 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം, 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. പുറകുവശത്തുള്ള വാതിലിന് മുകളിലെ ജനൽ കമ്പി വളച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കിടന്നത്. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗത കുരുക്ക്. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ തറക്കൽ പൂരം മുടങ്ങിയ സംഭവം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നെട്ടിശ്ശേരി ക്ഷേത്രോത്സവാഘോഷ കമ്മിറ്റി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.